ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ മെഷും അതുപോലെ തന്നെ പയറും അതിൻ്റെ വിളവെടുപ്പിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ വിളവെടുത്തായിരുന്നു. ഇന്നിപ്പോൾ ഇത് പാകമായിട്ടില്ല, 2-3 പയറൊക്കെ പാകമായി നിൽക്കുള്ളൂ, ബാക്കിയൊക്കെ ചെറുതാണ്. അപ്പോൾ അതും അതുപോലെ ഇതിൻ്റെ ചുവടൊന്ന് ക്ലീൻ ചെയ്യുന്നതും ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത് എത്ര രൂപയായി, ഇത് എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിൽ എത്ര രൂപയായി, എത്രയാണ് ഇതിന് വന്ന ചിലവെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഇത് വളരെ സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ ഒരു സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഒരു ചെറിയ സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ണ് കുഴിക്കാൻ പറ്റത്തില്ല, കാരണം അടിയിൽ കൂടി പൈപ്പും അങ്ങനെയുള്ള ഇതൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വലുതായിട്ട് ആഴത്തിൽ കുഴിക്കാനോ മണ്ണിളക്കാനോ ഒന്നും സാധിക്കില്ല. അത് കാരണം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വെറുതെ ഇടാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഈ ഒരു തടി ഇങ്ങനെ വെച്ചിട്ട് ബാക്കി ഞാൻ ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത് മുഴുവൻ മണ്ണല്ല, കരിയിലയും അതുപോലെ നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്ന ഗാർഡൻ്റെ ഗ്രാസ് വെട്ടിയില്ലേ, ആ വെട്ടിയ ഗ്രാസിനെ ഞാൻ കുറേ നാളിങ്ങനെ ചാക്കിൻ്റെ ഉള്ളിൽ വയ്ക്കുകയും അത് ഇരുന്ന് ഉണങ്ങി ശരിക്കും പറഞ്ഞാൽ ഒരു കൊക്കോപിറ്റിൻ്റെ പാകത്തിലേക്ക് ആയി മാറുകയും ചെയ്തു. അതാണ് ഈ കാണുന്ന സംഭവം. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടതിന് ശേഷമാണ് ഈ ബെഡിൽ കുറച്ച് മണ്ണും കൂടി ഇട്ടിട്ട് ഇതിങ്ങനെ ഒരു ചെറിയ ഇതായിട്ട് സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലാണ് ഞാൻ പാവയല്ല ഡയറക്റ്റ് വിത്തിടുകയായിരുന്നു ചെയ്തത്. അത് പിന്നെ നമ്മൾ ഇളക്കി മാറ്റി നടാനോ അങ്ങനെയൊന്നും പോയില്ല, ഇവിടെ നിന്ന് തന്നെ അത് ഗ്രോ ചെയ്ത് വരുമായിരുന്നു. അതിന് ശേഷമാണ് ഞങ്ങൾ ഈ മെഷ് മേടിക്കുന്നതും മെഷ് ഇവിടെ വയ്ക്കുന്നതും. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കമ്പിയാണ് ആദ്യം. ഒരൊറ്റ കമ്പിയായിരുന്നു. അതിന് ഈക്വലായിട്ടുള്ള 4 പീസുകളായിട്ട് കട്ട് ചെയ്തു. അത് കറക്റ്റ് എനിക്ക് അതിൻ്റെ റേറ്റ് അറിയില്ല, അത് എത്ര രൂപയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഒരു കമ്പി അതിന് 4ആയിട്ട് കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഈ മെഷ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ മേടിച്ചു. അതിൽ ലോക്ക് ചെയ്തിരിക്കുന്ന സാധനം ഈ കട്ടിയുള്ള ഒരു കെട്ട് കമ്പിയാണ് കേട്ടോ. ഇത് യൂസ് ചെയ്താണ് ഇത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ടാഗൊക്കെ യൂസ് ചെയ്ത് ടാഗ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയൊക്കെ ചെയ്യാം, പ്ലാസ്റ്റിക്കിൻ്റെ ടാഗുകൾ യൂസ് ചെയ്ത് ടാഗ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ കമ്പിയാണ് വെച്ചിരിക്കുന്നത്, അപ്പോൾ അത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും, അങ്ങനെയും ചെയ്യും. ഇത് എവിടെയാണ് മേടിക്കാൻ കിട്ടുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ഈ മെഷ് കിട്ടുന്നത് എല്ലാ ഹാർഡ്വെയർ ഷോപ്പുകളിലും ഈ മെഷ് കിട്ടും. അതുപോലെ തന്നെ ഈ മെഷ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് മേടിക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുന്ന സമയത്ത് അവരിങ്ങനെ റോളായിട്ട് വെച്ചിരിക്കുന്ന സാധനമായിരിക്കും തരുന്നത്. അതെടുക്കരുത്, മെഷ് തന്നെ തരാൻ പറയണം. അതുപോലെ ഫ്ലെക്സിബിൾ ആണെന്ന് അത് ഉറപ്പ് വരുത്തണം, കാരണം അതൊരു ഷീറ്റായിട്ട് തന്നെ കിട്ടുകയാണ്, അതിങ്ങനെ റോൾ ചെയ്തല്ല വരുന്നത്. അപ്പോൾ അതുപോലുള്ള സാധനം തന്നെ മേടിക്കാൻ ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ നമുക്കിങ്ങനെ മടക്കി വെക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ കമ്പി ഞാനിവിടെ ഉറപ്പിച്ചിരിക്കുന്നത് ജസ്റ്റ് നമ്മുടെ ചുറ്റിക കൊണ്ടിട്ട് അടിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ കുഴി എടുത്തിട്ട്, കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുഴിക്കാൻ നമുക്ക് അധികം ആഴത്തിൽ കുഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു ചെറിയ കുഴി എടുത്തിട്ടാണ് ഞാനിത് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വലിയ ജോലിക്ക് ഒരാളെ വിളിച്ച് ചെയ്യിപ്പിക്കണമെന്നൊന്നുമില്ല, ഇത് നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും എളുപ്പത്തിലാണ് നമുക്കിത് തയ്യാറാക്കാൻ പറ്റുന്നത്. ഇത് 2.5 mm മെഷാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1080 രൂപയാണ്. 1080 രൂപയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് 4ഉം നീളം വന്നിട്ട് 12ഉമാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു സൈസിലുള്ള മെഷാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനാണ് 1080 രൂപ വില വരുന്നത്. ഈ ഒരു കമ്പി ഞാൻ ഉറപ്പിച്ചിരിക്കുന്ന കമ്പികളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം കമ്പികളുടെ കാര്യമല്ല, കമ്പി എത്ര രൂപയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, കാരണം അതെനിക്ക് അറിയില്ല, അത് ഞാൻ ഓർക്കുന്നില്ല ശരിക്കും. അതിന് എത്ര രൂപയാണ് അതിൻ്റെ വില വരുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മെയിനായിട്ട് നട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പയറുണ്ട്, അതുപോലെ തന്നെ ഒരു ചോട് മാത്രം സാലഡ് കുക്കുംബർ കേട്ടോ. അപ്പോൾ അത് ആയി തുടങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒരു 2-3 കായൊക്കെ പിടിച്ചു വരുന്നുണ്ട്. പയർ പക്ഷേ ധാരാളം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഈ കാണുന്നത് പുളിയുറുമ്പാണ്. ഞങ്ങളുടെ ഇവിടെ പുളിയുറുമ്പ് എന്നാണ് പറയാറ്. ഇത് ഞാൻ എടുത്ത് കളയില്ല കേട്ടോ. ഇത് പയറിൽ വരുന്ന കീടങ്ങളെയൊക്കെ വരാതിരിക്കാൻ സഹായിക്കുന്നത് കൂടിയാണ് ഈ ഒരു ഉറുമ്പുകൾ. ഇതിനകത്ത് ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ അതിനെ എടുത്ത് കളയാതെ സൂക്ഷിച്ചു, കാരണം ഞാൻ ഒത്തിരി നാളുകൊണ്ട് പയറൊക്കെ നടുന്നതാണ് കേട്ടോ. അത് കാരണം തന്നെ അന്നേ ഇത് എനിക്കറിയാവുന്നുള്ളൊരു കാര്യമാണ്. അത് കാരണം തന്നെ അതുകൊണ്ട് പയറിന് പടർന്നു തുടങ്ങിയപ്പോൾ മുതലേ ഈ ഉറുമ്പിനെ അവിടെ സംരക്ഷിച്ച് പോരുന്നതാണ്. അതുപോലെ ഈ ഒരു നീളത്തിലുള്ള പയറുകളാണ് ഉണ്ടാകുന്നത്. ഇതിപ്പോൾ എടുക്കാറായിട്ടില്ല കേട്ടോ. നാളെയൊക്കെ ആകുമ്പോഴേക്കും ഇതാവും. ഞാൻ പയർ വിളവെടുക്കുന്നത് അല്ലാതെ ഒരു ഷോർട്സ് ആയിട്ട് ചെയ്യാം.
കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ചൂടടിക്കുമ്പോൾ ഈ കമ്പി ചൂടാവില്ലേ, അപ്പോൾ അതിൻ്റെ വള്ളികൾ ഉണങ്ങിപ്പോയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നല്ല വെയിലടിക്കുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പയറിങ്ങനെ കായ്ക്കില്ല. അപ്പോൾ ഒട്ടും തന്നെ ഇതിന് ഈ കമ്പിക്ക് ചൂടേൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പയറിന് വലിയ ബുദ്ധിമുട്ടായിട്ടോ ഒന്നും ആ കമ്പി വരുന്നില്ല. ഞാൻ ഇതിന് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് പയറിന് ചാണകപ്പൊടി ഇടാറുണ്ട്, അതോടൊപ്പം തന്നെ നട്ട സമയത്ത് ചാണകപ്പൊടി ഇട്ടു, അത് കഴിഞ്ഞിട്ട് ചാണകത്തിൻ്റെ സ്ലറി കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതുപോലെ തന്നെ കൊടുക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ടുള്ള കമ്പോസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണ് പയറിനും മറ്റു പച്ചക്കറികൾക്കും കൊടുക്കുന്ന വളത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ കിച്ചണിലെ വേസ്റ്റാണ് കേട്ടോ. കിച്ചൺ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇത് നമുക്ക് പച്ചക്കറികൾക്കെല്ലാം ഇട്ട് കൊടുക്കാം. പച്ചക്കറികൾക്ക് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, ബാക്കി വന്നതാണ് ഈ ഉണക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ഞാൻ അല്ലാതെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണ് പച്ചക്കറിയുടെ വേസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ ഫുഡ് വേസ്റ്റും ഒക്കെ കൊണ്ടിട്ട് എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ ഇടയിൽ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു കിച്ചനും കൂടി പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ പ്രവർത്തിക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ ഇത് ഒരു സ്ഥിരം പരിപാടിയാണ്. ഞാനിവിടെ എന്തെങ്കിലും ക്ലീനിങ്ങിനോ നനയ്ക്കാനോ ഒക്കെ വരുന്ന സമയത്ത് ചിക്കു ഇവിടെ ചായ ഉണ്ടാക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഇത് സ്ഥിരമുള്ള കാര്യമാണ്. മെഷീന് പുറത്തുകൂടെ ഇതേ പയർ ഇങ്ങനെയാണ് പടന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പുറത്തുകൂടിയും പയറുണ്ടായിട്ടുണ്ട്, പുറത്തേക്ക് ഇങ്ങനെ താഴേക്ക് ഹാങ് ചെയ്യുന്ന രീതിയിൽ ആ സൈഡിൽ കൂടിയും പയറുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ. ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ പയർ ഉണ്ടായി കിടക്കുവാണ്. ഇത് മെഷീൻ്റെ രണ്ട് സൈഡിൽ, അതായത് 4 ഭാഗങ്ങളിലും വെച്ചിട്ടുണ്ട് കേട്ടോ, 4 ടയറുകൾ. ആ ടയറിലും കൂടി ഞാൻ പയറിൻ്റെ വിത്തിട്ടിട്ട് പയർ മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ലതുപോലെ തന്നെ പടർന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, ഇത് മെഷീനുള്ളിലേക്ക് തന്നെയാണ് പടർന്ന് കയറിയിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലും നന്നായിട്ട് കായകൾ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 2 3 പേരുള്ളതും അല്ലെങ്കിൽ കുറച്ച് പേരുള്ള ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള പയറാണ് ഈ ഒരു മെഷിൽ നിന്ന് ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അതിൽ കൂടുതൽ പയർ വേണം അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അധികം മെഷ് മേടിച്ച് ഇതിൽ കൂടി തന്നെ അറ്റാച്ച് ചെയ്ത് നമുക്ക് നീളത്തിനൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ ചെയ്തെടുത്താൽ വളരെ നന്നായിട്ട് പയർ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. എനിക്ക് ഇതുവരെയും വലിയ ഒരു ബുദ്ധിമുട്ടും ഇതിൽ നിന്ന് തോന്നിയിട്ടില്ല. ഭയങ്കര ഒതുങ്ങിയും അതുപോലെ നമുക്കത് കൈകാര്യം ചെയ്യാനും വിളവെടുക്കാനും ഒക്കെ വളരെ എളുപ്പത്തിലാണ് പറ്റുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഞാൻ പയറെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പയറെടുക്കുന്ന കാണിക്കാൻ പറ്റാത്തത് ആയിട്ടില്ല കേട്ടോ. ശരിക്കും പയറങ്ങോട്ട് വിളവെടുക്കാൻ പാകത്തിനായിട്ടില്ല, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ എടുത്ത് കാണിക്കാത്തത്. ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. നല്ല വെയിലടിക്കുന്ന സമയമാണ്. നമുക്കിവിടെ നല്ല ചൂടുമാണ്. ട്രിവാൻഡ്രത്ത് പൊതുവേ നല്ല ചൂടായിരിക്കും. ആ ചൂടുള്ള സമയത്ത് നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ്, വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ നല്ല ഗ്രീനറി ഉള്ള ഒരു സംഭവം കൂടിയാണിത്. ഇത് പിന്നെ ഇടയ്ക്ക് ഞാൻ ഇല തോരൻ വെക്കാനും ഒക്കെ ആയിട്ട് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇല കുറച്ച് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തെടുക്കും, എന്നാലും ഇതിങ്ങനെ ഇല ഇങ്ങനെ തിങ്ങി ഞെരിങ്ങി ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പയറിനം എന്ന് പറയുന്നത് നല്ല ലെങ്തിൽ വരുന്ന ഒരു പയറാണ്. അത് കാരണം തന്നെ ഇത് പിടിച്ച് നിൽക്കുന്നത് ഒരു വൈറ്റ് കളറിലാണ് ഈ പയർ. അതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിച്ച കുറേ കമൻസിനൊക്കെ ഉള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ കുറേയൊക്കെ സംശയങ്ങളൊക്കെ മാറിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനതെല്ലാം മറുപടി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.